ഇവിടെ എല്ലായിടത്തും രാമൻ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ വീടിൻ്റെ മേളിലും വണ്ടിയിലൊക്കെ രാമൻ്റെ കൊടിയുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വണ്ടി മാറുന്നത്. വല്ലാത്ത നമുക്ക് ഡൽഹിയിലൊരു വലിയ മെട്രോ ലൈൻ സിസ്റ്റം തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഈ ഡൽഹി മെട്രോയിൽ തന്നെ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന ആളുകൾക്ക് ഇതേപറ്റി ഒത്തിരി ധാരണ ഉണ്ടാവില്ല. കാരണം ഒരുപാട് ലൈൻസ് ഇത് ക്രോസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വൻ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഏത് ലൈനാണ് ക്രോസ് ചെയ്ത് പോകേണ്ടത്, ഏത് ലൈനിലേട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടം വരെ എത്താനുള്ള ചാർജ് എത്രയാണെന്നുള്ളതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ഈ മെട്രോ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ചീപ്പാണ് മെട്രോ റേറ്റ്. ഇപ്പോൾ കൊച്ചി മെട്രോനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. ഇവിടെ 10 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മെട്രോയ്ക്ക്. ഈ കാണുന്നതാണ് ന്യൂഡൽഹി മെട്രോയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ. ഞാൻ മുൻപ് പറഞ്ഞ ആപ്പിൽ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണും. ഇങ്ങനെ ഇതിനകത്ത് ഓരോ കളറിങ് കാണിച്ചാൽ ഇങ്ങനെ ഓരോ ലൈൻ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു സിറ്റി ടൂറിന് നമുക്ക് മെട്രോ തന്നെ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കുറഞ്ഞ ചിലവിലൊക്കെയാണ്, കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിൽ. ഇത് മെട്രോ ടിക്കറ്റ് വൈൻഡിങ് മെഷീനാണ്. നമ്മൾ ഇതിലൂടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ കുത്തബ് മിനാറിലോട്ട് എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് റിക്ഷ എന്തെങ്കിലും വിളിക്കണേ അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ദൂരങ്ങളിൽ നടന്നു പോകും. നമ്മൾ കുത്തബ് മിനാർ വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഒരു വെറൈറ്റി ടിക്കറ്റാണ് കാണിച്ച്. ഇതാണ് ടിക്കറ്റ്. ചാടിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. മോദിജിയുടെ 2000 നോട്ടിൽ ചിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ചിപ്പുണ്ട്. ചിപ്പ് സെറ്റാണ്. അപ്പോൾ നമ്മളിനി കുത്തബ് മിനാർ കാണാൻ പോകണം. 5 മണിയാകുമ്പോൾ ക്ലോസ് ആവും. അതിന് മുമ്പ് വേഗം പോകണം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കുറച്ച് മലയാളീസൊക്കെ ഇതിലെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ക്യാമറ ഉള്ളിൽ കയറ്റാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ക്യാമറ കയറ്റാൻ പറ്റുമെങ്കിൽ ബാക്കി വിഷ്വൽസ് കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചും പാത്തൊക്കെ ആയിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാം. ഓക്കെ. അവരെ കണ്ടിട്ട് മലയാളീസ് ആണെന്ന് തോന്നുന്നു. അവരോട് നമുക്ക് ചോദിക്കാം. സാർ കുത്തബ് മിനാറിനെ പറ്റി എന്താണ് അഭിപ്രായം? കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ. കുത്തബ് മിനാർ ഞാൻ കയ്യിൽ പിടിച്ചെടുക്കുന്ന സാധനം എടുക്കാൻ പറ്റും. വെറൈറ്റി ഇന്നേ വരെ ആരും എടുത്തിട്ടില്ല സാധനം. ചവിട്ടി താഴ്ത്താം. നമ്മൾ കുത്തബ് മിനാർ എത്തിയിരിക്കുന്നു. ആ കാണുന്നതാണ് കുത്തബ് മിനാർ. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുത്തബ് മിനാർ. ഇൻഡോ ഇസ്ലാമിക വാസ്തുശില്പയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കുത്തബ് മിനാർ എന്നുള്ളത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു മിനാറും കൂടിയാണ് കുത്തബ് മിനാർ എന്നത്. ഇത് വളരെ
മഹത്തായിട്ടുള്ളൊരു നിർമ്മിതിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഓരോ തൂണുകളിലും അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാം വളരെ ഹെവി വർക്കുകൾ പോലെയുണ്ട്.